കൊമ്പിൽ തൈലം നിറച്ച്. ഒന്ന് പറഞ്ഞ് കൊമ്പിൽ തൈലം. ഒന്ന് പറഞ്ഞ് കൊമ്പിൽ തൈലം നിറച്ച് എന്ന് വെച്ചാൽ ഈ സാധനത്തിനകത്ത് തൈലം പകുതിയല്ല, ഇവിടം വരെയല്ല, നിറച്ച്. ഒന്ന് പറഞ്ഞേ നിറച്ച. ഈ സാധനം, ഈ കൊമ്പ് ഇങ്ങനെ ഇരിക്കുന്ന, ഇതിൻ്റെ താഴ്ഭാഗം ഇരിക്കുന്ന ഇങ്ങനെ കൂർത്തായിരിക്കുന്നത്. എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ അത് അവിടെ ഇരിക്കത്തില്ല. അപ്പം നിറച്ച് കഴിഞ്ഞാൽ താഴെ വയ്ക്കാൻ പറ്റുകയില്ല. പറ്റുമോ? നിറച്ച് കഴിഞ്ഞാൽ താഴെ വയ്ക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ. നിന്നെ നിറച്ച് കഴിഞ്ഞാൽ നിനക്കങ്ങനെ താഴെ ഇരിക്കാൻ പറ്റത്തില്ല. റെസ്റ്റ് ഇല്ലെന്ന്. അടുത്തത്, നിറച്ച് കഴിഞ്ഞാൽ ഇത് ചാരി വയ്ക്കാൻ പറ്റത്തില്ല, താഴെ വയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ളൂ. പാസ്റ്റർ എവിടെയെങ്കിലും ചാരിക്കുക? ഇല്ല, പറ്റത്തില്ല. എന്നാ കാര്യം എന്നറിയോ? നിറച്ചെടുത്തേക്കുക, ചരിഞ്ഞ കമരും. അപ്പോൾ അഭിഷേകം നിറഞ്ഞവനെ ചാരി വയ്ക്കാൻ ദൈവം പ്ലാൻ ചെയ്തിട്ടില്ല. അഭിഷേകം നിറഞ്ഞവനെ താത്തു വയ്ക്കാനും ദൈവം പ്ലാൻ ചെയ്തിട്ടില്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, നിനക്ക് 90 വയസ്സായാലും ശരി, 100 വയസ്സായാലും ശരി, ദൈവം നിന്നെ താത്തും വയ്ക്കത്തില്ല, ദൈവം നിന്നെ ചാരിയും വയ്ക്കത്തില്ല. താത്ത് വയ്ക്കാതെ, ചാരി വയ്ക്കാതെ അഭിഷേകത്തിൽ നിറയപ്പെട്ടവനെ കൊണ്ടു നടക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, നീ അഭിഷേകത്താൽ നിറയപ്പെട്ടവനാണെങ്കിൽ അവന് നിന്നെ താഴെ വയ്ക്കാൻ പറ്റത്തില്ല, അവന് നിന്നെ ചാരിയിരുത്താൻ പറ്റത്തില്ല. പക്ഷെ ആരൊക്കെയോ ഈ പകലിൽ ഇതിനകത്ത് പറയുന്നു, കർത്താവെ നന്നായിട്ട് ആരാധിക്കാൻ എനിക്കറിയാം, പക്ഷേ ഒരു പ്രയോജനവും എന്നെ കൊണ്ടില്ലല്ലോ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോട് ഈ ദൂത് ഞാൻ പറയാം, പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കുക. അഭിഷേകത്താൽ നിറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അധികമായി നിറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ താത്തുവെക്കാത്തൊരു ദൈവമുണ്ട്, നിന്നെ ചാരിയിരുത്താത്തൊരു ദൈവമുണ്ട്. നിന്റെ മരണത്തിന്റെ അവസാനത്തെ മിനിറ്റ് വരെ നിന്നെ ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട്.